പുല്ലശ്ശേരി പഞ്ചായത്ത് ഊരകം 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് തിരിച്ചുപിടിച്ചു. LDF സ്ഥാനാർത്ഥി VM മനീഷ് വിജയിച്ചത് 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കോൺഗ്രസിനെ പിന്തള്ളി BJP 2-ാം സ്ഥാനത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ കോൺഗ്രസ്, BJP കക്ഷികളിൽ നിന്ന് LDF പിടിച്ചെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. കേന്ദ്രം കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകുകയാണെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ 4 ഇരട്ടി വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്ന് മന്ത്രി. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കൊലപ്പെടുത്തിയ സംഭവം ബന്ധുവായ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാവിളിയാട്ടം, ബസിനും വീടിനും നേരെ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ ബൈക്കിലെത്തിയ സംഘം. പ്രായപൂർത്തിയായ ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതി 20 വർഷം കഠിന തടവിന് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചു. 7 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 15,000 രൂപ പിഴയും ശിക്ഷ. ഉത്രാളിക്കാവ് പൂരത്തിന് സർക്കാർ 5 ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിച്ചു. ടൂറിസം വകുപ്പാണ് തുക അനുവദിച്ച് ഉത്തരവിട്ടത്. വിശദമായ വാർത്തയിലേക്ക്. പുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7-ാം വാർഡിൽ നടന്ന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അട്ടിമറി വിജയം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച VM മനീഷ് 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന മോഹനൻ വാഴപ്പള്ളിയും മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റ് LDF ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു. ആകെയുള്ള 1,142 വോട്ടിൽ 950 വോട്ടാണ് പോൾ ചെയ്തത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VM മനീഷിന് 346 വോട്ടും BJP സ്ഥാനാർത്ഥി മിഥുന് 283 വോട്ടും UDF സ്ഥാനാർത്ഥി ലിജോ പനക്കലിന് 246 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ NR രാജന് 73 വോട്ടും പാർവതിക്ക് 1 വോട്ട് ലഭിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വോട്ടെണ്ണലിന് റിട്ടേണിംഗ് ഓഫീസർ BT ലൌസി, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ S സൂര്യകുമാരി എന്നിവർ നേതൃത്വം നൽകി. മുരളി പെരുന്നെല്ലി MLAയുടെ വാർഡ് കൂടിയായതിനാൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയായിരുന്നു തിരഞ്ഞെടുപ്പിന്. കഴിഞ്ഞ തവണ 1 വോട്ടിന് വിജയിച്ച വാർഡിൽ UDF ഇത്തവണ 3-ാം സ്ഥാനത്തായി. 15 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ LDFന് 10 അംഗങ്ങളും UDFന് 2ഉം BJPക്ക് 2ഉം 1 സ്വതന്ത്രനുമാണ് ഉള്ളത്. മുല്ലശ്ശേരി ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയ ഇടതുമുന്നണി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. CPM ഏരിയ സെക്രട്ടറി CK വിജയൻ, ഇടതുമുന്നണി നേതാക്കളായ AK ഹുസൈൻ, BG സുബ്രഹ്മണ്യൻ, KP ആലി, AR സുഗുണൻ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ കോൺഗ്രസ് BJP കക്ഷികളിൽ നിന്ന് LDF പിടിച്ചെടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ബാറുടമകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്ന സംഭവങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും MP രാജേഷ് പറഞ്ഞു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് ഇപ്പോൾ LDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പരിപാടികൾ നടന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും നവകേരള സദസ്സ്, ഇപ്പോൾ UDFന്റെ ജാഥ നടന്ന് അവസാനിക്കാറായിരിക്കുന്നു. BJPയുടെ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലുമാണ് LDF സർക്കാരിൻ്റെ സമരം ഡൽഹിയിൽ നടന്നു. ഇതെല്ലാം നടന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. 6 സീറ്റ് LDF പിടിച്ചെടുത്തിരിക്കുന്നു. ഒരേപോലെ UDFൽ നിന്നും BJPയിൽ നിന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കൃത്യമായ ഒരു ചൂണ്ടുപലകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഇവിടെ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരും LDFും ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു. അതിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഈ പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ സമരത്തിൽ അവർ വിട്ടുനിന്നത്. എന്നാൽ മറ്റ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദേശീയ നേതാക്കളെല്ലാം പങ്കെടുത്തിട്ടും കേരളത്തിലെ പ്രതിപക്ഷം അതിൽ സഹകരിക്കാതിരുന്നു.
അപ്പോൾ ജനങ്ങൾ അതിനെല്ലാം കൊടുത്തൊരു താക്കീത് കൂടിയാണിത്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി രാജേഷ്. കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നത് സർക്കാരും LDFും ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് UDF ചെയ്യുന്നത്. ഈ രണ്ടു കൂട്ടർക്കും ജനങ്ങൾ നൽകിയ താക്കീതാണ് തിരഞ്ഞെടുപ്പ് ഫലം. ബാർ ഉടമകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നുവെന്ന ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും അത്തരം പ്രവണതകൾ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്രം കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകുകയാണെങ്കിൽ ഇപ്പോഴത്തേതിനേക്കാൾ 4 ഇരട്ടി വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തൃശൂർ കോർപ്പറേഷൻ ലേണിംഗ് സിറ്റി ആയതുപോലെ ക്ലീൻ സിറ്റി ആകേണ്ടതുണ്ടെന്നും മന്ത്രി രാജേഷ്. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മൾ ശീലിച്ചിട്ടുള്ളത് ഇതുവരെ മാലിന്യം എവിടെങ്കിലും വലിച്ചെറിയുക എന്നുള്ളതാണ്. അത് ഖരമാലിന്യമാവട്ടെ ദ്രവമാലിന്യമാവട്ടെ, അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. തങ്ങളുടെ മാലിന്യം എവിടേക്കെങ്കിലും വലിച്ചെറിയുകയെന്നത് നമ്മുടെ ശീലമാണ്. അതിന് മാറ്റം കൊണ്ടുവരുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. കർശനമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോഴുണ്ടാകുന്ന എതിർപ്പുകൾക്ക് മുൻപിൽ മുട്ടുമടക്കുകയോ പിന്നിലേക്ക് ചുവടുവയ്ക്കുകയോ ചെയ്യുകയില്ല. മാടക്കത്തറയിലും തൃശൂർ നഗരമധ്യത്തിലെ ജനറൽ ആശുപത്രിയിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് നിശ്ചയദാർഢ്യം കാണിച്ച കോർപ്പറേഷനെ അഭിനന്ദിക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ ലേണിംഗ് സിറ്റി ആയതുപോലെ ക്ലീൻ സിറ്റിയും ആകേണ്ടതുണ്ടെന്ന് മന്ത്രി രാജേഷ് ഓർമ്മിപ്പിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവഴിച്ചാണ് പ്രതിദിനം 3,60,000 ലിറ്റർ ദ്രവമാലിന്യ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്കരണത്തിന് ശേഷം പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ജലം ശുചിമുറികളിലെ ഫ്ലഷുകളിലേക്കും പൂന്തോട്ടത്തിലേക്കും പുനരുപയോഗം ചെയ്യാവുന്ന രീതിയിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം. TCV ന്യൂസ്, തൃശൂർ. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട സഹോദരിയുടെ മകൻ അറസ്റ്റിൽ. പടിഞ്ഞാറെ വെമ്പല്ലോ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് വീട്ടിൽ സദാനന്ദന്റെ ഭാര്യ 67 വയസ്സുള്ള തങ്കമണിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് തങ്കമണിയുടെ സഹോദരിയുടെ മകൻ മാവേലി വീട്ടിൽ ശ്യാംലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. നേരിയ മാനസികാസ്വാസ്ഥ്യമുള്ള തങ്കമണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടുകയും ഇതേ തുടർന്ന് വയോധിക ശ്വാസം മുട്ടി മരിക്കുകയുമാണ് ഉണ്ടായതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ മോഡേൺ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ തങ്കമണി മരിച്ചിരുന്നു. പിന്നീട് സ്വാഭാവിക മരണമെന്ന നിലയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇതിനിടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മതിലകം പോലീസ് അന്വേഷണം നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിയാണ് തങ്കമണി മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊടുങ്ങല്ലൂർ DVSP സന്തോഷ് കുമാർ, മതിലകം പോലീസ് ഇൻസ്പെക്ടർ K നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത്. കയ്പമംഗലം ബീച്ചിൽ ബസ്സിനും വീടിനും നേരെ ആക്രമണം. ബീച്ച് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പിന്റെ ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. റോഡിലിരിക്കുകയായിരുന്ന സന്തോഷ് എന്നയാളെയും മർദ്ദിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വഞ്ചിപ്പുര ബീച്ചിലെത്തിയ സംഘം കിഴക്കടത്ത് ജയശാഖന്റെ വീടിന്റെ ജനൽച്ചില്ലകളും അടിച്ചു തകർത്തു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഉച്ച മുതൽ മേഖലയിൽ ചിലർ തമ്മിൽ വാക്കേറ്റവും വഴക്കുമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ആദൂർ ചുക്കരിവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കുന്ന രാകേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി R മിനി ശിക്ഷിച്ചത്. 2020 ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം. 12 വയസ്സുകാരനെ പ്രതി ആളൊഴിഞ്ഞ പറമ്പിലേക്ക് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുപോയി തടഞ്ഞുവെച്ച് പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ EA സീനത്ത് കോടതിയിൽ ഹാജരായി. പിഴത്തുക ഇരയ്ക്ക് നൽകാനും അതിജീവിതന് അധിക ധനസഹായം നൽകാനും കോടതി വിധിച്ചു. 7 വയസ്സുകാരന് നേരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുന്നിയൂർക്കുളം പാപ്പാളി ബീച്ച് സ്വദേശി കണ്ണോത്ത് വീട്ടിൽ അനീഷിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി S ലീഷ ശിക്ഷിച്ചത്. 2020 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് അശ്വതി, അഡ്വക്കേറ്റ് രജിക ചന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി.
ഉത്രാളിക്കാവ് പൂരത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎയുടെ ഇടപെടലിലൂടെയാണ് ടൂറിസം വകുപ്പ് തുക അനുവദിച്ചത്. നേരത്തെ മുൻ വർഷങ്ങളിൽ ലഭിക്കേണ്ട തുക ലഭിക്കാതിരുന്നതിനാൽ ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ അപേക്ഷ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ധനസഹായം അനുവദിച്ച് ഉത്തരവിറക്കിയത്. ഈ മാസം 27-നാണ് ഉത്രാളിക്കാവ് പൂരം. കുരുമ്പാക്കാവിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായ അശ്വതി കാവുതീണ്ടൽ ഇത്തവണ കുംഭമാസത്തിലെ അശ്വതി നാളിലും മീനമാസത്തിലെ അശ്വതി നാളിലുമായി 2 തവണ നടക്കും. ചെറുഭരണി കൊടിയേറ്റത്തിന് ശേഷം മീനമാസത്തിലെ ഭരണി നാളിന് മുൻപായി 2 അശ്വതി നാളുകൾ വരുന്നതിനാലാണ് 2 കാവുതീണ്ടലുകൾ. ആദ്യ അശ്വതി നാളായ മാർച്ച് 13-ന് പ്രതീകാത്മകമായി കാവുതീണ്ടൽ ചടങ്ങ് നടത്തണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ദേവസ്വം അധികൃതർക്ക് കത്ത് നൽകി. ഇതുപ്രകാരം 13-ന് ഉച്ചയ്ക്ക് 12-നുള്ളിൽ അത്താഴപൂജ പൂർത്തിയാക്കി ക്ഷേത്രം നടയടയ്ക്കും. തുടർന്ന് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ കിഴക്കേനടയിലെ നിലപാടത്തറയിൽ എഴുന്നള്ളുകയും കാവുതീണ്ടലിന് അനുവാദം നൽകുന്നതിന്റെ സൂചനയായി കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തുകയും ചെയ്യുന്നതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും ഓടി കാവുതീണ്ടൽ ചടങ്ങ് പൂർത്തിയാക്കും. 13 വർഷം മുൻപാണ് ഇത്തരത്തിൽ 2 കാവുതീണ്ടൽ നടന്നിട്ടുള്ളത്. മീനത്തിലെ തിരുവോണ നാളായ ഏപ്രിൽ 4-ന് കോഴിക്കല്ല് മൂടലും അശ്വതി നാളായ 9-ന് തൃച്ചന്ദന ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. ഭരണി നാളായ 10-ന് ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെയാണ് ഭരണി ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തരാക്കി. മുൻ അഡ്മിനിസ്ട്രേറ്റർ കെ.എൻ. രവീന്ദ്രൻ, മുൻ ചെയർമാൻ പി. തങ്കപ്പൻ, കമ്മിറ്റി അംഗങ്ങളായിരുന്ന കൃഷ്ണാനന്ദ ബാബു, കെ. രാജേഷ്, ബാലകൃഷ്ണൻ, കെ.പി. സുബ്രഹ്മണ്യൻ, വനജ ധർമ്മരാജൻ, കെ.പി. ജാതവേദൻ നമ്പൂതിരി, കെ.ജി. സുരേഷ്, ആന ഉടമസ്ഥൻ പി.എ. ജേക്കബ്, 1-ാം പാപ്പാൻ പ്രകാശൻ, 2-ാം പാപ്പൻ കുട്ടൻ എന്നിവരെയാണ് പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കുന്നില്ല എന്ന് കണ്ട് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അലീഷ മാത്യു കുറ്റവിമുക്തരാക്കി ഉത്തരവായത്. 2008-ലെ ഉത്സവത്തിനിടയിൽ ഏപ്രിൽ 23-ന് എഴുന്നള്ളിപ്പിന് ശേഷം ഉത്സവ കാഴ്ചക്കാരിൽ ഒരാളായ ഓച്ചിറ സ്വദേശി നൌഷാദ് ആനയുടെ കൊമ്പിൽ പിടിച്ചതിനെ തുടർന്നാണ് പോപ്സൺ ഉണ്ണികൃഷ്ണൻ എന്ന ആന ഇടഞ്ഞത്. 3 പേരെ കൊലപ്പെടുത്തിയത്. കേസിന്റെ വിചാരണ മധ്യേ ആന ഉടമസ്ഥനായ പി.എ. ജേക്കബ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ കെ.എൻ. രവീന്ദ്രൻ എന്നിവർ മരണപ്പെട്ടിരുന്നു. ഉത്സവ കമ്മിറ്റിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് പി.വി. ഗോപകുമാർ, അഡ്വക്കേറ്റ് പയസ് ജോസഫ് ഐനിക്കൽ എന്നിവരും പാപ്പാന്മാർക്കായി അഡ്വക്കേറ്റ് എ. ബിജുവും കോടതിയിൽ ഹാജരായി. അന്താരാഷ്ട്ര തിയേറ്റർ ഫെസ്റ്റിവലിന്റെ സമാപന ദിവസം രാത്രി അക്കാദമി അങ്കണത്തിൽ അരങ്ങേറിയ സംഭവങ്ങളും തുടർന്ന് സംഗീത നാടക അക്കാദമിയുടെ ഒഫീഷ്യൽ പേജിലിട്ട പോസ്റ്റുകളും കലാകേരളത്തിന് അപമാനകരമാണെന്ന് സംവിധായകൻ പ്രിയനന്ദനൻ അറിയിച്ചു. തിയേറ്റർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനെത്തിയ കാണികളെയും കലാകാരന്മാരെയും നാടകം കഴിഞ്ഞ ശേഷം അക്കാദമി അങ്കണത്തിൽ നിന്ന് പിരിച്ചുവിടുന്നതിനായി പോലീസിനെ നിയോഗിച്ചതായും സ്ത്രീകളടക്കമുള്ള കലാകാരന്മാരെ പോലീസ് അപമാനിച്ചതായും മലയാള നാടകമായ പാപ്പിസോറയിലെ പ്രവർത്തകർ പറഞ്ഞു. അക്കാദമിയുടെ ഒഫീഷ്യൽ പേജിൽ പേരെടുത്ത് പറഞ്ഞാണ് കലാകാരന്മാരെ അപമാനിച്ചതെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അക്കാദമി കലാകാരന്മാരെ വളരെ മോശമായാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും ഇവർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പിന് കത്തയക്കുമെന്നും പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പാപ്പിസോറെ സംവിധായകൻ അലിയാർ അലി, സ്റ്റേജ് മാനേജർ ഉസ്മാൻ ഗുരു, അഭിനേതാക്കളായ മാളു ആർ ദാസ്, സനോജ് മാമോ എന്നിവരും പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും CCTVയുടെ DVRകളും അടക്കമുള്ള സാമഗ്രികളും മോഷണം പോയി. കഴിഞ്ഞ രാത്രിയിലാണ് മോഷണം നടന്നത്. പിൻവശത്തുള്ള ഷട്ടർ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. CCTVയുടെ കേബിളുകൾ മുറിച്ചുമാറ്റിയ നിലയിലാണ്. ക്യാഷ് കൗണ്ടറുകൾ കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട്. വെളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഒല്ലൂർ ഡോൺ ബോസ്കോ കോളേജിൽ മോഷണം. ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 6000 രൂപ മോഷണം പോയി. ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മണ്ണുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ ആഴ്ചയാണ് മുല്ലക്കര ഡോൺ ബോസ്കോ സ്കൂളിൽ കള്ളം കയറിയതിന് ശേഷം തിരിച്ചറിയാൻ പറ്റാതെ പോയി. ഇതുവരെയായിട്ടും പോലീസിന് അവരെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഡോൺ ബോസ്കോ കോളേജിൽ ഇവർ കയറി ഓഫീസ് മുറികളെല്ലാം പൊളിച്ച് എല്ലാ പൂട്ടുകളും പൊളിച്ച് കിട്ടാവുന്നതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസ് ഉടനെ തന്നെ വരികയും അവർ വേണ്ട അന്വേഷണങ്ങളൊക്കെ നടത്തി പോയിട്ടുണ്ട്. ഉടനെ പിടിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ.
ചാവക്കാട് നഗരസഭ 7-ാം വാർഡിൽ നഗരസഭാ ലൈസൻസ് പുതുക്കാതെ പ്രവർത്തിച്ചിരുന്ന മാംസവ്യാപാര കട നഗരസഭാ അധികൃതർ പൂട്ടിച്ചു. കേച്ചേരി മണ്ഡലി പുതുവീട്ടിൽ റഫീഖ് അനധികൃതമായി നടത്തിവന്നിരുന്ന മാംസവ്യാപാര സ്ഥാപനമാണ് നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം നഗരസഭാ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി സീൽ ചെയ്തത്. ആരോഗ്യ വിഭാഗം മേധാവി ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു കെ തമ്പി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ CM ആസിയ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PT ബിജി തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ഉത്സവ വിശേഷങ്ങൾ. ഉത്സവത്തിന് കൊടിയേറിയതോടെ കനലണയാതെ ഗുരുവായൂരിലെ കലവറ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ പ്രസാദ ഊട്ടിനും പകർച്ചയ്ക്കുമായി ഏകദേശം 3 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഗുരുവായൂർ ഉത്സവ നാളുകളിൽ ദേശത്ത് ആരും പട്ടിണി കിടക്കരുത് എന്നാണ് പ്രമാണം. ഓരോ വർഷം ചെല്ലുന്തോറും പ്രസാദ ഊട്ടിനും പകർച്ച വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും ഏറുകയാണ്. രാവിലെ കഞ്ഞി, മുതിര, ഇടിച്ചക്ക പുഴുക്ക്, പപ്പടം, നാളികേരപ്പൂൾ, ശർക്കരപ്പൊടി എന്നിവയാണ് വിളമ്പുക. ഒരേ സമയം 1000-ലധികം പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് ചോറ്, രസക്കാളൻ, ഓലൻ, പപ്പടം എന്നിവയാണ് വിളമ്പുക. പ്രസാദ ഊട്ടിന് വരി നിൽക്കുന്ന മുഴുവൻ പേർക്കും നൽകുന്നതുവരെ ഭക്ഷണ വിതരണം തുടരും. വിഭവങ്ങൾ ഒരുക്കാൻ അരി, ഇടിച്ചക്ക, മുതിര, മത്തൻ, കുമ്പളങ്ങ, ചേന, വെള്ളരി തുടങ്ങിയവ കലവറയിൽ ശേഖരിച്ചിട്ടുണ്ട്. പകലും രാത്രിയും ഇടവേളകളില്ലാതെ നിരവധി പേർ വിഭവങ്ങൾ ഒരുക്കാൻ അണിയറയിലുണ്ടാകും. 10 ദിവസത്തെ ഉത്സവം കഴിയുമ്പോൾ 5 ലക്ഷത്തോളം പേർ പ്രസാദ ഊട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണമാണ് പ്രസാദ ഊട്ട്. ഉത്സവ നാളുകളിൽ ഊട്ടിന്റെ ഭാഗമാവുക എന്നത് ഭക്തരെ സംബന്ധിച്ച് പ്രധാനമാണ്. 2,97,53,023 രൂപയാണ് ഇത്തവണ പ്രസാദ ഊട്ടിനും പകർച്ചയ്ക്കുമായി ദേവസ്വം വകയിരുത്തിയിട്ടുള്ളത്. ഗുരുവായൂരിൽ വർണ്ണവസന്തം വിരിച്ച് പുഷ്പോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് പുഷ്പോത്സവവും നിശാഗന്ധി സർഗോത്സവവും നടത്തുന്നത്. പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLAയും നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പുഷ്പോത്സവത്തിൽ പുഷ്പ ഫലസസ്യ പ്രദർശനം, ലഘുഭക്ഷണശാലകൾ, വ്യാപാരമേള എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. നിശാഗന്ധി സർഗോത്സവത്തിൽ ഗസൽ നൈറ്റ്, നാടകം, നാടൻ പാട്ടുകൾ, കോമഡി ഷോ, ഡാൻസ് ഫെസ്റ്റ്, മ്യൂസിക് ബാൻഡ് തുടങ്ങി വിവിധയിനം കലാപരിപാടികൾ സൗജന്യമായി ആസ്വദിക്കാം. ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങുന്ന മാർച്ച് 1-ന് പുഷ്പോത്സവം സമാപിക്കും. കയ്പമംഗലം കമ്പനി കടവിൽ വീണ്ടും കടലാമയുടെ ജഡം കരയ്ക്കടിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കടൽ കാണാനെത്തിയവരാണ് തിരമാലയോടൊപ്പം കരയിലേക്ക് അടിച്ചു കയറിയ നിലയിൽ ചത്ത കടലാമയെ കണ്ടത്. ഏതാനും ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കടലാമയുടെ ജഡം കരയ്ക്കടിഞ്ഞിരുന്നു. കോലഴി പഞ്ചായത്തിലെ തെരുവിളക്കുകൾ കത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് കൂട്ടധർണ നടത്തി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PL ഓനപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OM ഷാജു, പഞ്ചായത്ത് മെമ്പർമാരായ മാർട്ടിൻ കൊട്ടേക്കാട്, TK കൃഷ്ണൻകുട്ടി, ഇന്ദിര ശശികുമാർ, രതി രവി തുടങ്ങിയവർ സംസാരിച്ചു. സർഗസ്വരം കലാസാഹിത്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ആർട്ടിസ്റ്റ് നമ്പൂതിരി അനുസ്മരണവും ചിത്രകലാ പ്രഭാഷണവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടക്കുന്ന അനുസ്മരണം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലയുടെ സഞ്ചാര വഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കാവിൽ രാജ്, ജനറൽ സെക്രട്ടറി ജോയ് ചിറമേൽ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, ശ്രീദേവി അമ്പലപുരം, KS ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. കേരള പഠന മഹാസഭ സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചെമ്പുകാവ് ജവഹർ ബാലഭവനിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ TV ശിവരാമനും ഉച്ചയ്ക്ക് 2-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന പൊതുസമ്മേളനം TN പ്രതാപൻ MPയും ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ TV ശിവരാമൻ, CV മണി, CM രാധാകൃഷ്ണൻ, KK രാമൻ, സന്തോഷ് മുല്ല തുടങ്ങിയവർ പങ്കെടുത്തു. KCB ഓഫീസേഴ്സ് ഫെഡറേഷൻ 17-ാം സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ കുട്ടികളുടെ ചിത്രപ്രദർശന മത്സരത്തോടെ സമ്മേളനത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2-ന് വൈദ്യുതി
മേഖല 2023 പ്രതിസന്ധികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ രവി രാമൻ വിഷയാവതരണം നടത്തും. വൈകിട്ട് 5 നടക്കുന്ന വനിതാ കൺവെൻഷൻ കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോളും പൂർവ്വകാല നേതാക്കളെ ആദരിക്കുന്ന സദസ്സ് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവും ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി MG അനന്തകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റ് T ഹരി, സ്വാഗത സംഘം കൺവീനർ MK ശ്രീജ, ശ്രീധരൻ കടലായി, CP ബെനഡിക്റ്റ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ മാസം കടങ്ങോട് LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മരത്തങ്കോട് ഉദ്ഘാടനം നടത്തിയ വാട്ടർ ATM തകരാറിലായതിൽ പ്രതിഷേധവുമായി UDF കടങ്ങോട് മണ്ഡലം കമ്മിറ്റി. UDF മണ്ഡലം ചെയർമാൻ ഷറഫു പന്നിത്തടം സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് MS ബഷീർ, കടങ്ങോട് CMP കൌൺസിൽ അംഗം ഹംസ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സൈബുനീസ അഷ്റഫു എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ 46 സംസ്ഥാന സമ്മേളനം സാഹിത്യ നിരൂപകൻ ആശാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഡിപ്പാർട്ട്മെന്റ് സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് നീലമന ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PS സുനിൽകുമാർ, KSTF സംസ്ഥാന ജനറൽ സെക്രട്ടറി CP സനൽചന്ദ്രൻ, CV വിനായക് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PP ശൈലീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീ വത്സകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ഡിവിഷൻ സെക്രട്ടറി മഹേഷ്, പ്രസിഡന്റ് ഗോകുൽ, വെസ്റ്റ് ഡിവിഷൻ സെക്രട്ടറി CM സുമേഷ്, പ്രസിഡന്റ് CS രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ 27 നടക്കുന്ന BSNL ഓഫീസ് മാർച്ചിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. സ്വാഗത സംഘം ചെയർമാൻ PM സോമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ CD വാസുദേവൻ, ജില്ലാ പ്രസിഡന്റ് AS അൻവർ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ എന്നിവർ പങ്കെടുത്തു. SDPI ജനമുന്നേറ്റ യാത്രയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തി SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് ജനമുന്നേറ്റ യാത്ര നയിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, സംസ്ഥാന സെക്രട്ടറി PR സിയാദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ M ഫാറൂഖ്, ജോർജ് മുണ്ടക്കയം, ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ തുടങ്ങിയവർ സംസാരിച്ചു. BJP നേതാവ് K സുരേന്ദ്രന്റെ പട്ടികജാതിക്കാരോടുള്ള അവഹേളനത്തിനെതിരെ PKS ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി CD സിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AV ഷൈൻ അധ്യക്ഷത വഹിച്ചു. VC മണി, KV പവനൻ, PK മനോഹരൻ, മീനാക്ഷി ജോഷി, AV പ്രസാദ്, മണി മനോഹരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. എടക്കുന്നി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഹരി നമ്പൂതിരിപ്പാട്, മേൽശാന്തി സുന്ദരേശൻ എമ്പ്രാന്തിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വിവിധ സമാജങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ കാവടിയാട്ടത്തിൽ പങ്കാളികളായി. ദേശമംഗലം കൊട്ടിപ്പാറയ്ക്കൽ പൂരം ആഘോഷിച്ചു. കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി, ആറ്റുപുറം, ദേശമംഗലം, പല്ലൂർ എന്നീ വിഭാഗങ്ങൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആനകൾ കാവിലേക്ക് എത്തി ദേവിയെ നമസ്കരിച്ചു മടങ്ങി. കറ്റുവട്ടൂർ, ചിറക്കോളനി എന്നിവിടങ്ങളിൽ കാളവേലയും പറയവേലയും കാവിലെത്തി. വിവിധ കമ്മിറ്റികളുടെ പഞ്ചവാദ്യങ്ങളും ചെണ്ടമേളവും ശിങ്കാരിമേളവും തമ്പോലും എന്നിവയും നടന്നു. ഉത്രാളിപൂരത്തോടനുബന്ധിച്ച് കുമരനെല്ലൂർ ദേശം ഒരുക്കുന്ന പൂരനിലാവ് 2ാം ദിവസത്തെ കലാപരിപാടികൾ സംഗീതജ്ഞൻ D നാരായണൻ, ഉഷാ പ്രസന്നൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇഞ്ചലോടി സൗപർണിക ടീം അവതരിപ്പിച്ച കൈക്കുട്ടിക്കളി അരങ്ങേറി. ദേശമംഗലം മന D നാരായണന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരി നടന്നു. ശ്രീദുർഗ നൃത്തകലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്തവിരുന്ന് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ന് മുടിയേറ്റ്, നാളെ കുമാരി സൂര്യഗായത്രിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നിലാവ്, തിങ്കളാഴ്ച പിന്നണി ഗായകൻ വിവേകാനന്ദൻ നയിക്കുന്ന വോക്കൽ വയലിൻ കൺസേർട്ട് എന്നീ പരിപാടികളും അരങ്ങേറും.
ജഗദീശ്വര പരമേശ്വര തനയ ജയ ശുഭ മംഗളം ഗണനായക വരദായക സുരബാല ജഗദീശ്വര പരമേശ്വര തനയ ജയ ശുഭ മംഗളം. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയ്ക്ക് പുതിയ ഹാൾ നിർമ്മിക്കുന്നു. ET ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 18 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിക്കുന്നത്. ET ടൈസൺ MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി തുടങ്ങിയവർ സംസാരിച്ചു. അതൊക്കെ വല്ലാത്ത പരിശ്രമം നടത്തിയ നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് കടപ്പെട്ടിരിക്കുന്ന ലൈബ്രറിയുടെ അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അത്തരം സ്ഥാപനങ്ങളോ അതുപോലുള്ള നമ്മുടെ പ്രദേശത്തിലെ കിടാവിളക്കുകൾ എന്ന് പറയുന്ന സാംസ്കാരിക രംഗത്ത് ഉണർവുണ്ടാക്കുന്ന ഇതൊക്കെ നടത്തിയിട്ടുള്ള ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. 2 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും KSFEയുടെ CSR ഫണ്ടിൽ നിന്ന് ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച 15 ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടർ ലാബിന്റെ നവീകരണത്തിനായി അനുവദിച്ച 12.45 ലക്ഷം രൂപയുടെ വിതരണവും ശിശു സൌഹാർദ്ദ ക്ലാസുകളുടെ സമർപ്പണവുമാണ് നടന്നത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ എന്നിവർ പങ്കെടുത്തു. വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി എടവിലങ്ങ് പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നേച്ചർ ഫ്രഷ് എന്ന പേരിൽ വെജിറ്റബിൾ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR കൈലാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്കരോഗിയായ പുത്തനോളി സ്വദേശി ഷിഹാബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് ബ്രദേഴ്സ് കുണ്ടായി വാട്സ്ആപ്പ് കൂട്ടായ്മ അംഗങ്ങൾ 1,10,10,000 രൂപ സമാഹരിച്ചു നൽകി. കൂട്ടായ്മ പ്രതിനിധികളായ TS സജീവൻ, CU നാസർ, ബാബു കൂനമ്പ്രമ്പത്ത് എന്നിവർ ചേർന്ന് ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സൺ ഗീത വിജയൻ, കൺവീനർ TK അസൈൻ, ട്രഷറർ ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർക്ക് തുക കൈമാറി. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPMലെ ഷാൻഡോ കൈതാരത്തിനെ തിരഞ്ഞെടുത്തു. LDFലെ ധാരണ പ്രകാരം CPIയിലെ KV ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. CPI സ്ഥാനാർത്ഥി ഷാൻഡോ കൈതാരത്തിന് 1-നെതിരെ 14 വോട്ടുകൾ ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി BJPയിലെ ഗീതാ ജയന് 4 വോട്ടുകൾ ലഭിച്ചു. 23-അംഗ ഭരണസമിതിയിലെ UDF പക്ഷത്തുള്ള 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി നൽകുന്ന ശ്രീ ശാസ്താ പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ദീർഘനാളത്തെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന A പത്മനാഭന് സ്ത്രീ ശാസ്താ പുരസ്കാരവും 70 വർഷമായി തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിൽ പാരമ്പര്യ കഴകവൃത്തിക്കാരനായി സേവനം ചെയ്യുന്ന തൈക്കാട്ടുശ്ശേരി വാര്യത്ത് മാധവ് വാര്യർക്ക് സന്തോഷ് സ്മൃതി പുരസ്കാരവുമാണ് സമർപ്പിക്കുക. ശാസ്താവിന്റെ രൂപം ആലേഖനം ചെയ്ത സ്വർണ്ണ പതക്കവും കീർത്തിഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് ശ്രീ ശാസ്താ പുരസ്കാരം. 10,001 രൂപയുടെ ക്യാഷ് അവാർഡും കീർത്തിഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് സന്തോഷ് സ്മൃതി പുരസ്കാരം. പൂരത്തിന്റെ കൊടിയേറ്റ ദിവസമായ മാർച്ച് 17 വൈകുന്നേരം 6 മണിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ 2 പുരസ്കാരങ്ങളും സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലശ്ശേരി പഞ്ചായത്ത് ഊരകം 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് തിരിച്ചുപിടിച്ചു. LDF സ്ഥാനാർത്ഥി VM മനീഷ് വിജയിച്ചത് 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കോൺഗ്രസിനെ പിന്തള്ളി BJP 2-ാം സ്ഥാനത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ കോൺഗ്രസ് BJP കക്ഷികളിൽ നിന്ന് LDF പിടിച്ചെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. കേന്ദ്രം കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകുകയാണെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ 4 ഇരട്ടി വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും മന്ത്രി. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കൊലപ്പെടുത്തിയ സംഭവം ബന്ധുവായ യുവാവിനെ മത്തിലകം പോലീസ് അറസ്റ്റ് ചെയ്തു.
കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാവിളിയാട്ടം, ബസ്സിനും വീടിനും നേരെ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ ബൈക്കിലെത്തിയ സംഘം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിയെ 20 വർഷം കഠിന തടവിന് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചു. 7 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ. ഉത്രാളിക്കാവ് പൂരത്തിന് സർക്കാർ 5 ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിച്ചു. ടൂറിസം വകുപ്പാണ് തുക അനുവദിച്ച ഉത്തരവിട്ടത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.